നമസ്കാരം. ഇന്നത്തെ വിഷയം തെരുവ് നായയുടെ ആക്രമണ സംബന്ധിയായാണ്. തെരുവ് നായയുടെ ആക്രമണം മൂലം മരണപ്പെട്ടവർക്കും മൃതപ്രായരായവർക്കും അതിജീവിച്ചവർക്കും ഒത്തിരിയധികം അനുഭാവപൂർണമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് രണ്ട് വാക്ക്. നായ്ക്കൾ ഉൾപ്പെടെയുള്ള ജീവികളെ അത്യധികം സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ അതിനെ വെറുക്കുന്നവരുമുണ്ട്. ഒരു വീട്ടിൽ തന്നെ കാണും. ഉദാഹരണം, എൻ്റെ വീട്ടിൽ അച്ഛനും അനുജനുമെല്ലാം നായ്ക്കളോട് സഹാനുഭൂതിയും വീട്ടിൽ വളർത്തണമെന്ന പക്ഷക്കാരുമായിരുന്നു. പക്ഷേ കുട്ടിയിലെ തന്നെ നായ്ക്കളോട് വൃത്തിയുടെ കാര്യമായാലും ആ ഇടപഴകുന്ന കാര്യത്തിലായാലും ഒക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് പട്ടികളോട് നായ്ക്കളോട് വെറുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നത് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവിൻ്റെ വീട്ടിൽ അദ്ദേഹം സ്വന്തം കുട്ടിയെടുക്കും പോലെ നായ്ക്കുട്ടിയെ എടുത്ത് ലാളിക്കുന്ന ഒരു സ്ഥിതി ദിനവും ഞാൻ കാണാറുണ്ടായിരുന്നു. അദ്ദേഹം നായയെ ഉമ്മോയ്ക്കുകയും നക്കുകയൊക്കെ ചെയ്യുന്ന പതിവ് വിചിത്രമായ കാഴ്ചയായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മകളും അതുപോലെ പട്ടിയെ നായ്ക്കുട്ടിയെ ലാളിക്കുന്നതും സ്വന്തം കിടപ്പറയിൽ ബെഡിൽ പോലും കെട്ടിപ്പിടിച്ച് കിടന്നാലേ ഉറക്കം വരുമെന്നുള്ളൊരു സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തു. പിൽക്കാലത്ത് ആ കുട്ടിയുടെ സ്വഭാവവും നായ്ക്കളുടേത് പോലെ ആയി മാറി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതിനും പിൽക്കാലത്ത് തോന്നിയ ഒരു കാര്യം, ഈ വീട്ടിൽ ഇങ്ങനെ പട്ടിയെ വളർത്തുമ്പോൾ ബന്ധുക്കളാരും ഈ പട്ടി ഉള്ളത് കൊണ്ട് തന്നെ ആ വീട്ടിൽ ചിലർ അടയ്ക്കും എന്നുള്ള കാരണം കൊണ്ട് വളർത്തിയതും ആകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനത്തെ വിചിത്രമായ സ്വഭാവമുള്ള ആൾക്കാരെയും നമുക്ക് ദർശിക്കാനാവും. ഈ പട്ടി ആ വീട്ടിൽ നിന്ന് ഏറ്റവും തിരക്കാർന്ന തെരുവിലേക്ക് അവരുടെ പ്രമിസസിൽ നിന്നൊരു ഗേറ്റിൻ്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ ഏറ്റവും തിരക്കുള്ള തെരുവിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി ഈ പട്ടി ആരെങ്കിലും ആക്രമിച്ചാലും ഈ രാജ്യത്ത് യാതൊരു നിയമവുമില്ല. അനർഹർ അധികാര സ്ഥാനങ്ങളിൽ കയറും പോലെ വനിതാ കമ്മീഷന്റെ ഒരു ധാർഷ്ട്യക്കാരിയായ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ അനുഭവിച്ചു കൊടുക്കുക എന്ന് പറയാനല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടിയോ മറ്റെന്തെങ്കിലും മൃഗങ്ങളോ പുറത്തിറങ്ങി മറ്റാരെങ്കിലും ഉപദ്രവിച്ചാൽ നഷ്ടപരിഹാരം വരെ അവർ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ആ ഉടമ ഇംപ്രിസൺമെന്റിനും വിധേയമാകും. ഈ രാജ്യത്ത് കേരളത്തിൽ ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ സ്വാതന്ത്ര്യം കൂടിപ്പോയി. എല്ലാവർക്കും തോന്നുന്ന രീതിയിൽ ഇവിടെ എന്ത് വേണോ ധനാഢ്യർക്ക് സാധ്യമാവുന്നൊരു സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അത് പല വൻകിട കോർപ്പറേറ്റുകളും വിദഗ്ധമായി മുതലെടുക്കുന്നു. അതിൽ ഏറ്റവും വലിയ മാഫിയയാണ് ഈ പേവിഷ വാക്സിൻ മാഫിയ. അവർക്ക് ഈ വാക്സിൻ വിറ്റഴിക്കുക എന്ന് പറയുന്നത് ഒരു വർഷം നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ എത്രയോ ടൈംസ് ആണെന്ന് ഞാനൊരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. അത്രയും ശക്തമായ ഒരു മാഫിയ ഇവിടെ നായ്ക്കളെ കൊല്ലുവാനോ ഈ പേവിഷ ഭീതി ആൾക്കാരിൽ ഉണ്ടാക്കുവാനോ അവർ ശ്രമിക്കുകയും അതിനൊരു പരിധിവരെ അവർ വിജയിച്ചിരിക്കുകയുമാണ്. അതിന് എന്ത് തെമ്മാടിത്തരം അനുവദിക്കുന്ന ധനം മാത്രം കിട്ടിയാൽ മതി, ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് മാത്രം വിചാരിക്കുന്ന ഭരണാധികാരികളുടെ പിടിപ്പുകേട് കൂടി ഈ മാഫിയയുടെ അഴിഞ്ഞാട്ടത്തിന് വിധേയമാണെന്നുള്ളത് നമ്മുടെ സമീപകാല കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ ഒരു ദിവസം നൂറുകണക്കിന് കോഴികളെ കൊല്ലുന്നു, നൂറുകണക്കിന് ആടുകളെ കൊല്ലുന്നു. അങ്ങനെ എന്ന് വേണ്ട, ഭക്ഷണത്തിന് വേണ്ടി ഒരു 100 കൂട്ടം ജീവികളെ ദിവസവും നടത്തുന്ന കൊലപാതകം ലക്ഷത്തിന് മുകളിലാകും ചിലപ്പോൾ. പക്ഷെ പട്ടിയെ കൊല്ലാൻ പാടില്ല. ആടിനെ കൊല്ലാം, കാളയെ കൊല്ലാം, പോത്തിനെ കൊല്ലാം, കോഴിയെ കൊല്ലാം. പക്ഷെ പട്ടിയെ കൊല്ലാനായിട്ട് പാടില്ല. അത് വിചിത്രമായൊരു ന്യായമാണ്. ഇനി അഥവാ അത് ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഫിലിപ്പീനുകളോ വല്ലതും ഇവിടെ കൊണ്ടുവന്ന് ഇൻവൈറ്റ് ചെയ്ത് ഇവയെ പിടിച്ച് കറി വെച്ച് കഴിപ്പിച്ച് അവരെ തിരിച്ചു കയറ്റി വിട്ടാലും വേണ്ടില്ല എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പട്ടിയിറച്ചി എക്സ്പോർട്ട് ചെയ്യാമല്ലോ, ഫ്രീ ഓഫ് കോസ്റ്റിന് പിടിച്ചതിനെ എക്സ്പോർട്ട് ചെയ്താലും ഈ രാജ്യത്ത് നിന്ന് ഇതിനെ നിഷ്കാസനം ചെയ്യുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യ കാര്യമായി മാറിയിരിക്കുന്നു. നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വിടുവാനോ വയസ്സായ ആൾക്കാർക്ക് ഒന്ന് റോഡിൽ ഇറങ്ങാനോ അവർ തിരിച്ചു വന്നാൽ വന്നു എന്നുള്ള സ്ഥിതിയാണ്.
മാസ് സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യർ എണ്ണം കൂടുമ്പോൾ തന്നെ മൃഗങ്ങളെ പോലെ പെരുമാറുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ തെരുവ് നായ്ക്കൾ ഈ എണ്ണം ക്രമാതീതമായി കൂടി ഇന്ന് ഒരു ജംഗ്ഷനിൽ കൂടിയും മനുഷ്യന് സമാധാനമായി നടക്കാൻ സാധിക്കത്തില്ല. പകൽ പോലും രാത്രി വൈകിയാൽ 4 വീലർ നടക്കുന്നവരെ, 2 വീലർ പോട്ടെ, 4 വീലറിൽ പോകുന്നവരെ പോലും ചാടി ആ വണ്ടിയിൽ വന്ന് കയറുന്ന സാഹചര്യമാണ് ഈ കൂട്ടത്തോടെ നിൽക്കുന്ന അക്രമാസക്തരായ നായ്ക്കൂട്ടത്തിൻ്റെ കാഴ്ച. അതിനെ കൊന്നൊടുക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമേ ഇല്ല. ഷെൽട്ടറും അതും ഇതെന്നൊക്കെ പറയുന്നത് വേറെ നടക്കാത്ത ഉട്ടോപ്യൻ ഐഡിയകളാണ്. ഇതിനെ അടിയന്തരമായി കൊല്ലുവാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട, ഭരണാധികാരികൾ അതിന് ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കിയാൽ മാത്രം മതി. നിയമത്തിൽ ഒന്നിലും ഇവിടെ എല്ലാ നിയമവും പാലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനെ കൊല്ലാൻ നാട്ടുകാർക്ക് ഓർഡർ കൊടുത്താലും മതി. ഇത് അവസാനം ഇങ്ങനെ പോയാൽ സകലമാന പോലീസ് സ്റ്റേഷനിൽ നിന്നും സായുധ പോലീസിനെ ഇറക്കി ഒരു ദിവസം ഈ പട്ടി നായാട്ട് നടത്തേണ്ടി വരുമെന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഇനി അങ്ങോട്ട് പോകും തോറും ഇത് അതിരൂക്ഷമായി മാറും. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു റെമഡി കണ്ടു വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പേവിഷ വാക്സിൻകാരുടെ ഒരു ഐഡിയയാണ്. ഇതിനെ പിടിച്ചങ്ങ് വന്ധീകരിച്ചാൽ മതി. ഇവന്മാർ പറയുന്നത് കേട്ടാൽ തോന്നും ഇത് കടിക്കുന്നത് വാ കൊണ്ടല്ല, ഈ വന്ധീകരിക്കുന്ന വേറെ ഏതോ സ്ഥലം കൊണ്ടാണ് കടിക്കുന്നതെന്ന് തോന്നും. ഏതിനും ഈ വന്ധീകരിച്ച് ഇറങ്ങുന്നവന്മാർ കൂടുതൽ ശൗര്യമായിട്ട് ഇറങ്ങി നിന്ന് ആൾക്കാരെ കടിക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അവർക്ക് കുട്ടികളെ ജനിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ ദേഷ്യം കൂടെ തീർക്കുന്നതായിട്ട് തോന്നുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ പണ്ട് തന്നെ ഈ നായ്ക്കളെ കൊല്ലുന്നൊരു സ്കീം ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ കൊച്ചിലെ നായ്ക്കളെ കൊല്ലുന്നൊരു സ്കീമുണ്ട്. അപ്പോൾ കൊന്നു എന്നുള്ള തെളിവിന് വേണ്ടി പട്ടിയുടെ വാൽ കട്ട് ചെയ്ത് പഞ്ചായത്തിൽ ഹാജരാക്കണം. അങ്ങനെയായിരുന്നു പട്ടിപിടുത്തക്കാർ വലയൊക്കെ കൊണ്ടുവന്ന് പിടിക്കുന്ന രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അന്ന് അവർ വാലില്ലാത്ത പട്ടിയെ പിടിക്കത്തില്ല. പിന്നെ ഒരു വാല് തന്നെ 2-3 തവണ കാണിച്ച് പൈസ എഴുതിയെടുക്കുന്ന പരിപാടി അപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഈ വാക്സിൻകാർക്കുള്ള ഒരു സൗകര്യം എന്ന് പറയുന്നത് കൊടുക്കുന്ന കോഴയ്ക്ക് പുറമെ ഈ ഒരു പട്ടി എടുത്തുകൊണ്ട് വാക്സിനേഷൻ നടത്തുന്നതിന് നല്ലൊരു ചിലവുണ്ട്. അത് 1-9 കാണിച്ചാണ് എഴുതിയെടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ വാക്സിൻ എടുത്ത് തിരിച്ചുകൊണ്ടാക്കുന്നത് കടിക്കൂല എന്ന് പറയുന്നതോ അല്ലെങ്കിൽ എണ്ണം കുറയുമെന്നോ പറയുന്നത് വിചിത്രമായ വാദമാണ്. ഈ പട്ടികൾ നമുക്കറിയാം, ഒരു പ്രസവത്തിൽ 10ഓളം കുട്ടികൾ പ്രസവിക്കുന്ന കാഴ്ച പോലും ഏതാണ്ട് സ്ഥിരമാണ്. എത്ര എണ്ണത്തിലെന്ന് പറഞ്ഞ് വന്ധീകരിക്കും. ഈ വിപത്തിനെ അടിയന്തരമായി സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തി നിയമനിർമ്മാണമാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെ കർത്തവ്യമെങ്കിൽ അവർ മദ്യവും മദിരാക്ഷിയുടെയും പിറകെ നടക്കാതെ അടിയന്തരമായി നിയമ നടപടി ഉണ്ടാക്കി, നിയമനിർമ്മാണം ഉണ്ടാക്കി, ചട്ടങ്ങളിൽ ഇളവ് വരുത്തി ഈ നായ്ക്കളെ അടിയന്തരമായിട്ട് ഇവിടെ നിന്ന് കൊന്നു മാറ്റിയില്ല എങ്കിൽ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരും. ഈ ഗോഡ്സ് ഓൺ കൺട്രി ഡോഗ്സ് ഓൺ കൺട്രി ആയ അധപതിക്കും. അതിരൂക്ഷമായ സമരമാർഗങ്ങളിലേക്ക് പൊതുജനം ഒരുമിച്ചിറങ്ങിയാലേ ഇതിന് പരിഹാരം ഉണ്ടാവൂ. ഇനി ഒരു പട്ടി കടിച്ചാൽ ആ കടിക്കുന്നവർ ബന്ധപ്പെടണമെന്ന് പറഞ്ഞ് ഈ കടിയേറ്റ എല്ലാവരും കൂടെ ചെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയുടെ വീട്ടിൻ്റെ മുന്നിൽ പോയങ്ങ് സ്ഥിരതാമസമാക്കണം. കുറച്ച് ദിവസം സമരം പറയുന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുറച്ചുപേർ പോയങ്ങ് ഇരിക്കണം. എന്നാലേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി നായ്ക്കളെ കൊല്ലാൻ ഇവർ ശ്രദ്ധിക്കും. അതുമല്ലെങ്കിൽ ഒരു വഴിയുണ്ട്. ഈ നായ്ക്കൾ ആരെങ്കിലും ഈ ദന്തഗോപുരത്തിലിരിക്കുന്ന AC കാറിലേക്ക് കയറി അംഗരക്ഷരുടെ ബലത്തോടെ നടക്കുന്ന ധിഷണശക്തിയായ ഭരണാധികാരികൾ, കല്ലെ പിളർക്കുന്ന കൽപ്പന പുറപ്പെടുവിക്കുന്ന ഭരണാധികാരികൾ, അങ്ങനെയുള്ള ഭരണാധികാരികളുടെ മക്കളെയോ ചെറുമക്കളെയോ അവരെ തന്നെയോ ഏതെങ്കിലും ഒരു തെരുവുപട്ടി ആക്രമിക്കുമ്പോൾ ഇത് തീരും. ഈ അംഗരക്ഷകരുടെ ഇടയിൽ എന്നത് ആക്രമിക്കുമെന്ന് മാത്രമേ സംശയമുള്ളൂ. ഏതിനും നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമെന്ന് പറയുന്നത് ബഹുജന പ്രക്ഷോഭം മാത്രമാണ്. ഈ നമ്മൾ അവിടെയും ഏതെങ്കിലും മാളത്തിൽ കയറി ഇരുന്ന് തലയിൽ നീട്ടി പട്ടിയെ പിടിക്കണേന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ഇനി പട്ടി കടിക്കുന്ന ഓരോ മനുഷ്യരും ഒരാളെങ്കിലും ഒരാൾ പോയി ഈ മന്ത്രിമന്ദിരത്തിന് മുന്നിൽ ഇരുന്നാൽ പട്ടി കടിച്ചവരും ഇനി കടിക്കപ്പെടേണ്ടവരും എല്ലാം അവിടെ എത്തണമെന്നൊരു വാർത്ത സോഷ്യൽ മീഡിയ കൂടെ ചുമ്മാ കൊടുത്താൽ ആയിരക്കണക്കിന് വരുമെന്ന് കൂടെ ഇരിക്കും. ഈ അധികാരികളുടെ കണ്ണ് തുറക്കും. ഈ നായ്ക്കളെ കൂട്ടത്തോടെ നശിപ്പിക്കും, നമ്മുടെ നാടിനെ രക്ഷിക്കും. പേവിഷ വാക്സിൻ മാഫിയ സർക്കാരുകളെ കൊണ്ട് ഇങ്ങനത്തെ നയരൂപീകരണം നടത്തുന്നതിന് പുറമെ ജനങ്ങൾ ഭീതി ജനിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പേവിഷ വാക്സിൻ പരാജയപ്പെടുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായി. പേവിഷ വാക്സിൻ എടുത്തിട്ട് പോലും ആൾ മരണപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അവർക്ക് പ്രത്യേക ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതും ജനങ്ങൾ ഭീതി പടർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ മാഫിയ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഈ ശക്തമായ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്നെ കേട്ടതിന് ജയ് ഹിന്ദ്.